നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് മലയാളത്തിൽ ശ്രദ്ധിക്കാതെ പോയ ചില വെറൈറ്റി സിനിമകളെ പറ്റിയാണ്. ലിസ്റ്റിലാക്കിയത് മലയാളത്തിലെ അനിമേഷൻ മൂവിയാണ്. നമ്മളിപ്പോൾ പല സിനിമകളിലും ലൈവ് ആക്ഷനും അനിമേഷനും തമ്മിലുള്ള മിക്സിംഗ് കാണാറുണ്ട്. അടുത്തിറങ്ങിയ ടോം ആൻഡ് ജെറി, നമ്മൾ കൊച്ചു ടിവിയിൽ പണ്ട് മുതലേ കാണുന്ന സ്പേസ് ജാം തുടങ്ങി ഒരുപാട് സിനിമകൾ. എന്നാൽ ഇങ്ങനെ ഒരു സിനിമ മലയാളത്തിലും ഇറങ്ങിയിട്ടുണ്ട്. അതായത് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സിനിമ ഇറങ്ങിയത്. ആ സിനിമയായിരുന്നു 1993 പുറത്തിറങ്ങിയ ഓ ഫാബി എന്ന സിനിമ. മുംബൈയിലെ ഒരു സ്റ്റുഡിയോയിലായിരുന്നു ഈ സിനിമയുടെ അനിമേഷൻ വർക്കുകൾ ചെയ്തത്. അമേരിക്കയിൽ നിന്ന് പല ടൈപ്പ് ക്യാമറകളും പല ടെക്നോളജികളും ഈ സിനിമയ്ക്ക് വേണ്ടി യൂസ് ചെയ്തു. ഒരു അപ്പൂപ്പനായിട്ടുള്ള അനിമേഷൻ ക്യാരക്ടറാണ് ഈ സിനിമയിൽ ഉണ്ടായിരുന്നത്. ഫാബി എന്ന ഈ സിനിമയിലെ നായകൻ സാൻഡി എന്ന ഈ അനിമേഷൻ അപ്പൂപ്പനെ കണ്ടുമുട്ടുന്നു. തുടർന്ന് നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഈ സിനിമയിലെ നായകൻ ഈ അനിമേഷൻ ക്യാരക്ടറെ യൂസ് ചെയ്ത് മറികടക്കുന്നതായിരുന്നു കഥ. ആ കാലത്ത് 1 കോടി രൂപയായിരുന്നു സിനിമയുടെ ബഡ്ജറ്റ്. അന്ന് ഈ ഒരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ സൂപ്പർ സ്റ്റാർസിനെ വെച്ച് 4 സിനിമകൾ എടുക്കാൻ പറ്റും. ആ ടൈമിൽ തന്നെ ഹൂ ഫ്രെയിമഡ് റോജർ റാബിറ്റ് എന്നൊരു സിനിമ ഇറങ്ങിയിരുന്നു. ഇതിൽ നിന്ന് ഇൻസ്പയർ ആയാണ് മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കിയത്. ഈ സിനിമയ്ക്ക് വേണ്ടി പ്രധാന അനിമേഷൻ വർക്കുകളെല്ലാം ചെയ്തത് ഇന്ത്യയിലെ ആദ്യത്തെ അനിമേറ്ററായ റാം മോഹനായിരുന്നു. ഇദ്ദേഹം അനിമേഷൻ പഠിച്ചത് ഡിസ്നി കമ്പനിയുടെ ഫേമസ് ആയിട്ടുള്ള അനിമേറ്റേഴ്സിൽ നിന്നായിരുന്നു. അങ്ങനെ ഈ ഒരു സിനിമ റിലീസായി. പക്ഷേ സിനിമ ബോക്സ് ഓഫീസിൽ വലിയൊരു പരാജയമായിരുന്നു. കാരണം എന്തെന്നാൽ സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന രീതിയിലാണ്. പക്ഷേ സെക്കൻഡ് ഹാഫ് ആയപ്പോൾ കൊലപാതകവും സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പ്രധാന പ്രശ്നം എന്തെന്നാൽ ഈ സിനിമ ബ്രാൻഡ് ചെയ്തത് കുട്ടികൾക്ക് വേണ്ടിയുള്ള സിനിമ എന്ന രീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ മുതിർന്ന ഓഡിയൻസിലേക്ക് എത്തിയില്ല, ഫാമിലിയിലേക്കും കുട്ടികളിലേക്കുമാണ് എത്തിയത്. പക്ഷേ സെക്കൻഡ് ഹാഫിൽ കൊലപാതകമെല്ലാം വന്നപ്പോൾ ഫാമിലീസിനും കുട്ടികൾക്കും അത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഈ ഒരു സിനിമ ഫ്ലോപ്പായി. അടുത്തത് മലയാളത്തിലെ ഒരു ഏലിയൻ സിനിമയാണ്. നമ്മൾ ഹോളിവുഡ് സിനിമകളിൽ ഏലിയനും പ്രൊഡക്ടർ തുടങ്ങി ഒരുപാട് ഏലിയൻ സിനിമകൾ കണ്ടിട്ടുണ്ട്. ബോളിവുഡിലും കണ്ടിട്ടുണ്ട്. എന്നാൽ മലയാളത്തിലും ഒരു ഏലിയൻ സിനിമ ഇറങ്ങിയിരുന്നു. ആ സിനിമയാണ് റെഡ് റൈ. 2013 ഈ സിനിമ പുറത്തിറങ്ങിയത്. കുറച്ചാളുകൾ ഏലിയനെ അന്വേഷിച്ചു പോകുന്നതാണ് ഈ സിനിമയുടെ കഥ. നാരനായിരുന്നു ഈ സിനിമയിലെ നായകൻ. കേരളത്തിലൊരു ദിവസം ആകാശത്തായി എന്തോ മിന്നുന്നതായി കാണുന്നു. പിറ്റേ ദിവസം മുതൽ പശുക്കൾ ഓരോന്നായി ചത്തുപോകുന്നു. പശുക്കളുടെ ഇന്റേണൽ ഓർഗൻസ് എല്ലാം ഒരു തുള്ളി പോലും ബ്ലഡ് ഇല്ലാതെ ആരോ എടുത്തോണ്ട് പോകുന്നു. അങ്ങനെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ചില സയന്റിസ്റ്റുകൾ എത്തുന്നു. അങ്ങനെ ഇതെല്ലാം ചെയ്യുന്നത് ഏലിയനാണെന്ന് അവർ തിരിച്ചറിയുകയും ഏലിയനെ തേടി പോവുകയും ചെയ്യുന്നു. ഈ സിനിമയിൽ ഏലിയൻ വരുന്ന ഒരു സീനുമുണ്ട്. ഒരു മികച്ച സിനിമയായിരുന്നിട്ടും ഈ സിനിമ ഇറങ്ങിയതുപോലും ആരും അറിഞ്ഞില്ല. പക്ഷെ ഇന്ന് ഈ സിനിമയുടെ സെയിം ഡയറക്ടർ ഇറക്കിയ സിനിമ എല്ലാവരും അറിഞ്ഞു. ആ സിനിമയാണ് ബ്രഹ്മയുഗം. രാഹുൽ സദാശിവന്റെ ആദ്യത്തെ സിനിമയായിരുന്നു ഇത്. ഇദ്ദേഹം വെറും 3 സിനിമകളെ ഡയറക്ട് ചെയ്തിട്ടുള്ളൂ. റെഡ് റെയിന് ശേഷം ഇറങ്ങിയ ഭൂതകാലം എന്ന സിനിമ വിജയം നേടിയ ഒരു മികച്ച സിനിമയായിരുന്നു. അടുത്തത് ഒരു പഴയ സിനിമയാണ്. മലയാളത്തിലെ ആദ്യത്തെ എക്സ്പെരിമെന്റൽ മൂവി. നമ്മൾ ഇന്ന് ഹൾക്ക് പോലുള്ള സിനിമകളെല്ലാം കാണാറുണ്ട്. എന്നാൽ ഈ സെയിം കോൺസെപ്റ്റ് വെച്ച് 1967 ഒരു മലയാള സിനിമ പുറത്തിറങ്ങിയിരുന്നു. കറുത്ത രാത്രികൾ എന്നായിരുന്നു ഈ സിനിമയുടെ പേര്. മധു ആയിരുന്നു ഈ സിനിമയിലെ നായകൻ. ഇതിലെ നായകന്റെ പേര് ശാന്തൻ എന്നാണ്. ശാന്തൻ ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ആണ്. ഒരു ദിവസം ശാന്തൻ ഒരു മരുന്ന് കണ്ടുപിടിക്കും. ഈ മരുന്ന് കുടിച്ചാൽ ഒരു ഭീകര ജീവിയായി മാറും. ഈ ട്രാൻസ്ഫോർമേഷൻ സീനുകളെല്ലാം ആ കാലത്ത് വളരെ ഹാർഡ് വർക്ക് ചെയ്ത് ക്രിയേറ്റ് ചെയ്തതാണ്. ഇങ്ങനെ ഭീകരജീവിയായാൽ വളരെ പവർ എല്ലാം കിട്ടും. മാത്രമല്ല പഴയ രൂപത്തിലേക്ക് മാറാനുള്ള ഒരു ആന്റി മെഡിസിനും ശാന്തൻ കണ്ടുപിടിച്ചിരുന്നു. ഇതെല്ലാം ശാന്തൻ രഹസ്യമായി വെച്ചു. ഒരു ദിവസം ശാന്തന്റെ ഭാര്യയുടെ അച്ഛനെ, അതായത് അമ്മായിയപ്പനെ ആരോ കൊലപ്പെടുത്തി. ശാന്തൻ ഇത് യൂസ് ചെയ്ത് പവറെല്ലാം നേടി ഇവരോട് പ്രതികാരം ചെയ്യുന്നതാണ് സിനിമ. അടുത്തത് മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹീറോ സിനിമയാണ്. നമുക്കറിയാവുന്ന മലയാളത്തിലെ ഏക സൂപ്പർ ഹീറോ സിനിമ മിന്നൽ മുരളിയാണ്. ബോളിവുഡിൽ ക്രിഷ് സിനിമയുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സൂപ്പർ ഹീറോ സിനിമയാണ് ക്രിഷ് സിനിമ. എന്നാൽ മലയാളത്തിൽ 1965 മായാവി എന്നൊരു സൂപ്പർ ഹീറോ സിനിമ ഇറങ്ങിയിരുന്നു. ചില കൊലപാതകങ്ങളും ഇതെല്ലാം സോൾവ് ചെയ്യുന്ന ഒരു സൂപ്പർ ഹീറോയുമായിരുന്നു ഇതിന്റെ സ്റ്റോറി. അന്നത്തെ കാലത്ത് വളരെ ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് ഫൈറ്റ് സീനുകളും ഈ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിരുന്നു. ഇതുപോലെ മറ്റൊരു സൂപ്പർ ഹീറോ സിനിമയും മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഹോളോമാൻ എന്നൊരു സിനിമ ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇതുപോലെ ഇൻവിസിബിൾ ആവുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇൻവിസിബിൾ ആവുന്ന ഒരു സൂപ്പർ ഹീറോ സിനിമ പണ്ടേ മലയാളത്തിൽ എടുത്തിരുന്നു. 1969 ഈ സിനിമ പുറത്തിറങ്ങിയത്. മിസ്റ്റർ കേരള എന്നായിരുന്നു ഈ സിനിമയുടെ പേര്. ഈ സിനിമയിലെ നായകൻ പ്രേം നസീർ ആയിരുന്നു. ഈ സിനിമയിലെ നായകന് ഇൻവിസിബിൾ ആകാനുള്ള പവറുണ്ട്. മിസ്റ്റർ എക്സ് ഇൻ ബോംബെ എന്ന ഒരു ബോളിവുഡ് സിനിമ ഇറങ്ങിയിരുന്നു. ഈ സിനിമയുടെ റീമേക്ക് ആണ് ഈ സിനിമ. ഈ സിനിമയിലെ നായകൻ തന്റെ ഫ്രണ്ട് നൽകുന്ന ഒരു സ്പെഷ്യൽ ലിക്വിഡ് കുടിച്ച് ഇൻവിസിബിൾ ആയി മാറുന്നു. ശേഷം ചെയ്യുന്ന പ്രതികാരമാണ് ഈ സിനിമയുടെ കഥ. തിരികെ പഴയതുപോലെ ആവാനുള്ള മരുന്നും ഇവിടെയുണ്ട്. ഇതുപോലെ ഒരു സോംബി മോഡൽ സിനിമ വരെ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ സിനിമ റിലീസായത് 90കളിലാണ്. ചുവന്ന കണ്ണുകൾ എന്നായിരുന്നു ഈ സിനിമയുടെ പേര്.
1960 ഒരു ജർമ്മൻ സിനിമ പുറത്തിറങ്ങിയിരുന്നു. ഹൊറേഴ്സ് ഓഫ് സ്പൈഡർ ഐലൻഡ് എന്നായിരുന്നു പേര്. ഈ സിനിമയുടെ റീമേക്ക് ആയിരുന്നു ഈ സിനിമ. കുറച്ചാളുകൾ ഒരു പ്ലെയിൻ ക്രാഷിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു ദ്വീപിൽ എത്തിപ്പെടുന്നു. അവിടെ വലിയൊരു സ്പൈഡർ ഉണ്ടായിരുന്നു. ഈ സ്പൈഡർ കടിക്കുന്ന വ്യക്തി ഇൻഫെക്റ്റഡ് ആയി സോംബി മോഡലാകുന്നു. തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് ഈ സിനിമയുടെ കഥ. അടുത്തത് ഒരു കോടി ഐറ്റമാണ്. നമ്മൾ ഹോളിവുഡിൽ ഗോഡ്സില്ല, ജുറാസിക് പാർക്ക് സിനിമകളെല്ലാം കാണാറുണ്ട്. എന്നാൽ മലയാളത്തിലും ഗോഡ്സില്ല മോഡൽ ഒരു സിനിമ വരെ എടുത്തിരുന്നു. 91 ഈ ഒരു സിനിമ പുറത്തിറങ്ങിയത്. അഗ്നിനിലാവ് എന്നായിരുന്നു സിനിമയുടെ പേര്. ഒരുപക്ഷെ നിങ്ങൾ ഈ ട്രോള് കണ്ട് ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ടാവും. സിനിമയിൽ പരസ്യം ഷൂട്ട് ചെയ്യുവാൻ കുറച്ചാളുകൾ കാട്ടിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ഈ ഗോഡ്സില്ല മോഡൽ ഒരു ഭീകരജീവി വരുന്നു. തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് ഈ സിനിമയുടെ കഥ. അടുത്തത് മലയാളത്തിലെ ഏറ്റവും വിജയം നേടിയ ഏറ്റവും വലിയ എക്സ്പെരിമെന്റൽ മൂവിയാണ്. ആ സിനിമയാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ 3D സിനിമയായ മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമ. ഇന്ന് നമ്മൾ ഒരുപാട് പാൻ ഇന്ത്യ മൂവീസ് കാണാറുണ്ട്. ഇന്ത്യയിൽ പാൻ ഇന്ത്യ മൂവീസിന് തുടക്കം കുറിച്ചത് നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിലെ മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന സിനിമയാണ്. 1984 ഈ സിനിമ പുറത്തിറങ്ങിയത്. ആ കാലത്ത് ഇന്ത്യയിൽ ആർക്കും തന്നെ 3D സിനിമ എന്താണെന്ന് പോലും അറിയുമായിരുന്നില്ല. ആ കാലത്ത് ഹോളിവുഡിൽ മാത്രമായിരുന്നു 3D സിനിമകൾ ഇറങ്ങിയിരുന്നത്. ഹോളിവുഡിൽ നിന്ന് ആ ടൈമിൽ ജോസ് എന്നൊരു 3D സിനിമ പുറത്തിറങ്ങി. കുട്ടിച്ചാത്തൻ സിനിമയുടെ ബഡ്ജറ്റ് ആ കാലത്ത് 40 ലക്ഷം രൂപയായിരുന്നു. അന്ന് 40 ലക്ഷം രൂപയുണ്ടെങ്കിൽ 3 മലയാള സിനിമകൾ പിടിക്കാം. മറ്റൊരു പ്രശ്നം, ഇന്ത്യയിൽ 3D സിനിമകൾ ഇറങ്ങിയിട്ടുമില്ല. 3D ടെക്നോളജിയും ആ കാലത്തില്ല. ഡയറക്ടറായിട്ടുള്ള ലിജോ 3D ടെക്നോളജി മനസ്സിലാക്കുന്നതിന് വേണ്ടി കാലിഫോർണിയയിലേക്ക് പോയി ജോസ് എന്ന സിനിമയുടെ സിനിമാറ്റോഗ്രാഫറെ കണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുകയും ചെയ്തു. ശേഷം ഹോളിവുഡിലെ തന്നെ ഫേമസ് സ്റ്റീരിയോഗ്രാഫറായിട്ടുള്ള ഡേവിഡ് ഷിമ്മറെ ഈ സിനിമയുടെ വർക്കിന് വേണ്ടി കൊണ്ടുവന്നു. സിനിമാറ്റോഗ്രാഫറായ ക്രിസ് കോണ്ടനും എത്തിയിരുന്നു. അങ്ങനെ സിനിമയുടെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയി. മറ്റൊരു പ്രശ്നം എന്തെന്നാൽ സിനിമയിൽ സൂപ്പർ സ്റ്റാർസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ തമിഴ്നാട്ടിൽ സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ ആരും തന്നെ ഏറ്റെടുത്തില്ല. അങ്ങനെ കാത്തിരിപ്പിന് ശേഷം ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു കമ്പനി ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തു. അപ്പോഴാണ് മറ്റൊരു പ്രശ്നം, ഇത് ഇന്ത്യയുടെ തന്നെ ആദ്യത്തെ 3D സിനിമയാണ്. ഇതുകൊണ്ട് തന്നെ ഷോ കളിക്കുന്ന ഓരോ തിയേറ്ററിലും കേരളത്തിലും തമിഴ്നാട്ടിലുമായി 3D കണ്ണടകളും പ്രത്യേക തരത്തിലുള്ള 3D പ്രൊജക്ടർ ലെൻസുകളും ഓരോ തിയേറ്ററിലും പ്രത്യേക തരത്തിലുള്ള 3D സിൽവർ കോട്ടിങ്ങും ഒട്ടിക്കണമായിരുന്നു. ഇത് വലിയൊരു ചെലവേറിയ സംഭവമായിരുന്നു. അങ്ങനെ വലിയൊരു ഹാർഡ് വർക്കിന് ശേഷം കേരളത്തിലും തമിഴ്നാട്ടിലും സിനിമ റിലീസ് ചെയ്തു. ആ ദിവസമായിരുന്നു ആദ്യമായി ഇന്ത്യക്കാർ 3D സിനിമ കണ്ടത്. കണ്ടവർക്കെല്ലാം വലിയൊരു അത്ഭുതമായിരുന്നു. സിനിമ കേരളത്തിലും തമിഴ്നാട്ടിലും വലിയൊരു വിജയമായിരുന്നു. തമിഴ്നാട്ടിൽ രജനീകാന്തിന്റെ സിനിമ വരെ മറികടന്നു. പിന്നീട് മറ്റു ഭാഷകളിലും പുറത്തിറങ്ങി. ഓരോ ഭാഷയിലും വലിയൊരു വിജയമായിരുന്നു. ഓരോ ഇൻഡസ്ട്രിയിലും എല്ലാ സൂപ്പർ സ്റ്റാർസും ഈ സിനിമ പ്രൊമോട്ട് ചെയ്തു. അങ്ങനെ ഈ സിനിമ പാൻ ഇന്ത്യൻ വിപ്ലവമായി മാറി. അങ്ങനെ ആദ്യമായി ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ പാൻ ഇന്ത്യൻ സിനിമ മലയാള സിനിമ കൊണ്ടുവന്നു. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ല്. ഈ ചിത്രത്തിന്റെ പ്രദർശനോദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള നിയമസഭാംഗങ്ങളുടെ സാന്നിധ്യത്തിൽ നിർവഹിക്കപ്പെട്ടു. പരിമിതികളുള്ള മലയാള സിനിമയുടെയും മലയാളത്തിലെ സാങ്കേതിക വിദഗ്ധന്മാരുടെയും ഒരു വൻപിച്ച ഇന്ന് നിയമസഭയിൽ തന്നെ കുട്ടിച്ചാത്തൻ പരാമർശന വിഷയമായി. छोटा चेतन हिंदुस्तान की सबसे पहली 3 डायमेंशनल या 3D फिल्म है. നമ്മുടെ മലയാള ചലച്ചിത്രം ഇനിയും മേൽക്കുമേൽ അഭിവൃദ്ധി ഉണ്ടാകുവാൻ നമസ്കാരം. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, മലയാളക്കരയിൽ നമ്മൾ ഇന്ന് ചരിത്രം സൃഷ്ടിക്കുകയാണ്. സിനിമാ രംഗത്തെ ഏറ്റവും പുതിയ 3D എന്ന ഈ പ്രതിഭാസത്തിന്റെ ആവിഷ്കരണത്തിന് നിങ്ങൾ ഓരോരുത്തരും പങ്കുകാരാവുകയാണ്. ഇന്ന് നമ്മ നண்பர்கள் സഹോദരികൾ പടത്തെ പത്ത് രസിക്കണോ ഇല്ല. കേരളീയരായ സിനിമാ പ്രേമികൾക്ക് തീർച്ചയായും അഭിമാനിക്കാൻ വകയുണ്ട്. താക്കി ആപ്കി തരഫ് ദൂസരെ ലോഗ് ഭി യേ ഫിലിം ദേഖ് സകേ. 3D ഒരു പരീക്ഷണം എന്ന നിലയിലാണ് ആദ്യമായി കേരളത്തിൽ പ്രദർശിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തരുന്ന ഈ కన్నడകൾ ఈ కళ్ళద్దాలు తీసుకెళ్లిపోయి పక్క థియేటర్లో మామూలు సినిమాని 3D ఎఫెక్ట్ తో చూద్దాం అనుకుంటారు. కానీ అది సాధ్యం కాదు. ചിത്രം ആരംഭിക്കുകയാണ്.